ഹായ്, ഐ എം ഷൈന സന്തോഷ് ഫ്രം ഡാസിൽ ഡിസൈൻ. ആദ്യമേ തന്നെ ഞാൻ റീസെന്റ് ആയിട്ടിട്ട വീഡിയോസിന് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് പറയുന്നു. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഞാനത് ഓരോ വീഡിയോസ് ആയിട്ട് ഇടുന്നതാണ്. അത് കാണാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സെമി ടെസറിൽ വന്നിട്ടുള്ള കളക്ഷൻസ് ആണ്. അത് നമ്മുടെ പ്യുവർ ടെസർ എങ്ങനെയുണ്ടോ അതേപോലെ തന്നെയാണ് അത് കണ്ടു കഴിഞ്ഞാൽ ഇരിക്കുന്നത്. അത് നമുക്ക് ഓരോന്നായിട്ടൊന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഒനിയൻ പിങ്ക് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇതൊരു കുറച്ചും കൂടെ ഒരു ഡാർക്ക് ആയിട്ടായിരിക്കും കാണുന്നത്. അത്രയും ഡാർക്ക് അല്ല. നിങ്ങൾ ആ ഒനിയന്റെ ആ ഒരു ഷെയ്ഡ് ആലോചിച്ചാൽ മതി. അതാണ് കറക്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത്. നമ്മൾ ഈ പ്യുവർ ടെസറിനകത്ത് കാണുന്ന അതേ ആ ഒരു വീവ്സ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ആ ഒരു അതുപോലെ തന്നെ ഒരു കോപ്പർ ചെറിയുടെ ഒരു ചെറിയ ചെറിയ സ്ക്വയേഴ്സും അതിനകത്ത് വരുന്നുണ്ട്. അല്ലാതെ ചെറിയ ചെറിയ ബൂട്ടീസും ഇതിനകത്ത് വരുന്നുണ്ട് ഓൾ ഓവർ. അതുപോലെ തന്നെ ഇതിന് നല്ല ലെങ്ത് ഉണ്ട്. നല്ലൊരു ഇത് 2.25 മീറ്ററിൽ കൂടുതലൊക്കെ ഇത് വരുന്നുണ്ട്. ഇപ്പൊ നല്ല ലെങ്തിലൊക്കെ സ്റ്റിച്ച് ചെയ്യേണ്ടവർക്കാണെങ്കിൽ ജോയിന്റ് ഒന്നും കൊടുക്കാതെ നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ബാക്കും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഞാൻ ഒന്നുകൂടെ തന്നെ പറയുവാണ്, ഇത് കുറച്ച് ബ്രൈറ്റ് ആയിട്ടാണ് കാണുന്നത്. ആ ഒരു ഒനിയൻ പിങ്കിന്റെ അതേ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. നല്ല രസമായിരിക്കും ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ടോപ്പിന്റെ ഒരു ലുക്ക് ഇങ്ങനെ വരും. അതുപോലെ തന്നെ ഇതിന്റെ ദുപ്പട്ട വരുന്നത് കോൺട്രാസ്റ്റ് ആണ്. ഇതിന്റെ കോമ്പിനേഷൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളറാണ് ദുപ്പട്ട വരുന്നത്. ദുപ്പട്ടയുടെ ആ ഒരു രണ്ട് സൈഡ്സിലും ആ ഒരു ടോപ്പിന്റെ ആ ഒരു ഷെയ്ഡും വരുന്നുണ്ട്. അതുപോലെ തന്നെ ദുപ്പട്ടയുടെ രണ്ട് എൻഡിലും ഇങ്ങനെ ഒരു സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു ലൈൻസ് ആയിട്ട് കൊടുത്തിട്ട് സീക്വൻസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ രണ്ട് എൻഡിലും ആ ഒരു ടാസൽസും അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത്. ഇത് ഇങ്ങനെ ശരിക്കും നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ആ ഒരു പ്യുവർ ടസർ കാണുന്ന അതേ ഒരു ഫീലാണ് ഇതിന് തോന്നിക്കുന്നത്. നല്ല ഭംഗിയിലൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പൈപ്പിംഗ് വേണേ കൊടുത്തത് നല്ല റൗണ്ട് നെക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് സെന്ററിൽ കൂടി ആ ഒരു ഈ ബോട്ടത്തിന്റെ ആ ഒരു ഗ്രീൻ കളറിലെ പോട്ട്ലി ബട്ടൺസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ കുറച്ചുകൂടെ ക്ലാസി ലുക്ക് ആയിരിക്കും ഈ ഒരു സെയിം ടോപ്പിന്റെ തന്നെ ഒരു സെയിം ഷെയ്ഡ് തന്നെ ഉള്ള ഒരു പൈപ്പിംഗ് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ആ ഒരു പോട്ട്ലി ബട്ടൺസും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ. അതുപോലെ ദുപ്പട്ടയ്ക്കൊക്കെ കണ്ടോ നിങ്ങൾ, നല്ല ലെങ്ത് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയായിരിക്കും ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ. കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു പ്യുവർ ടസർ എന്ന് തന്നെ പറയും. പ്യുവർ ടസർ നിങ്ങൾക്കറിയാം ഒരു 3000 4000 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ബജറ്റ് റേഞ്ചിൽ നല്ലൊരു മെറ്റീരിയലാണിത്. ഇതിന്റെ ബോട്ടം വരുന്നത് ഈ സെയിം മെറ്റീരിയൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ബോട്ടം വരുന്നത് ഈ ഒരു ഗ്രീൻ കളറാണ് വന്നിരിക്കുന്നത്. ഒരു ലീഫ് ഗ്രീനിന്റെ ഒക്കെ ആ ഒരു കളറാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ വ്യൂ വരുന്നത്. നല്ല ലെങ്ത് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ വ്യൂ വരുന്നത്. നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്തിടുക. അതുപോലെ തന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് 1200 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് ഓൺ വരുന്നത് ഒരു ഡാർക്ക് ബ്ലൂവും ഒരു ഗ്രേയും കൂടെ ചേർന്ന് വരുന്ന ഒരു കളറാണ് വന്നിരിക്കുന്നത്. അതിന്റെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഒരു സഫയർ ഗ്രീനിന്റെ ആ ഒരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ കണ്ട അതേ ഡീറ്റെയിലിംഗ് ഒക്കെയാണ്. അതുകൊണ്ട് ഞാൻ ഇനിയും ഡീറ്റെയിലിംഗ് പറയുന്നില്ല, കളേഴ്സ് ഇങ്ങനെ കാണിച്ചു പോകുന്നേ ഉള്ളൂ. നല്ല ഭംഗിയുണ്ട് ഇതും കാണാനായിട്ട്. സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്യുവർ ടസറാന്ന് പറയാം. അത്രയ്ക്കും ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. അപ്പം ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫുൾ വ്യൂ വരുന്നത്. എനിക്ക് തോന്നുന്നു ഇത് ആ ഡാർക്ക് കളർ ആയതുകൊണ്ട് കുറച്ചും കൂടി ഇതിനകത്തെ ആ ഒരു വീവിങ് ഒക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടി കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇങ്ങനെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഇതിന്റെയും റേറ്റ് വരുന്നത് 1200 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഗ്രേ കൂടിയ ഒരു ബ്ലൂ ആണ് വരുന്നത്. ഒരു ബ്ലൂയിഷ് ആഷ് എന്ന് നമുക്ക് പറയാം. ആ ഒരു കളറിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ദുപ്പട്ടയുടെയും ആ ബോട്ടത്തിന്റെയും കളർ വരുന്നത് ഒരു ഡാർക്കർ ഒരു പീച്ച് ആണ്. നമുക്ക് അതിന്റെ ഒരു കളർ ശരിക്കും പറയാൻ പറ്റുന്നില്ല, എങ്കിലും നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ ആണ്. ആ ഒരു ദുപ്പട്ടയും കൂടി ഇങ്ങനെ വരുമ്പോഴത്തേക്കിന് നല്ലൊരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. അതിന്റെ ആ ഒരു വർക്കും ഒക്കെ കൂടെ വരുമ്പോഴത്തേക്കിന്. അപ്പം ഇങ്ങനെയാണ് ഇതിന്റെയും ആ ഒരു ലുക്ക് വരുന്നത്. ഇതിന്റെയും റേറ്റ് വരുന്നത് 1200 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാവൻഡർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. അതിന് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഒരു പീച്ചും ഓണിയൻ പിങ്കിന്റെ ഒക്കെ കൂടെ ചേർന്ന് വരുന്ന ഒരു കളറാണ് വന്നിരിക്കുന്നത്. ഇതിന്റെയും ആ ഒരു സൈഡ്സിലൊക്കെ ആ ഒരു ടോപ്പിന്റെ
ആ ഒരു കളറും കൂടാണ് ആ ഒരു രണ്ട് സൈഡ്സിലും വന്നിരിക്കുന്നത്. എന്നിട്ട് എൻഡിൽ ആ ഒരു നല്ല ഭംഗിയിൽ ആ ഒരു സീക്വൻസ് വർക്കും ഉണ്ട്. ബോട്ടം വരുന്നത് ഈ ഒരു ടോപ്പിന്റെ ആ ഒരു ദുപ്പട്ടയുടെ ആ ഒരു കളറിൽ നല്ല ഭംഗിയുണ്ട്. ഈ ഒരു ഷെയ്ഡ് കാണാനായിട്ട് നല്ല രസമുണ്ട്. അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് 1200 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഗ്രേ കളറാണ്. അതിനോട് കമ്പൈൻ ചെയ്ത് വരുന്നത് ഒരു കാരറ്റ് പീച്ചിന്റെ ഒരു ഷെയ്ഡാണ് വരുന്നത്. അപ്പൊ ആ ഒരു ഗ്രേയുടെ ആ ഒരു ഡൾനെസ് ഇതിനകത്ത് ആ ഒരു ഈ ഒരു ദുപ്പട്ട വരുമ്പോഴത്തേക്ക് ആ ഒരു ഗ്രേയുടെ ആ ഒരു ഡൾനെസ് അങ്ങ് മാറും. ഇങ്ങനെയാണ് ബോട്ടം വരുന്നത്. നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് ഇത് സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റും കേട്ടോ. ഇപ്പൊ രണ്ട് സൈഡിലോട്ടൊക്കെ ഇടുവാണെങ്കിൽ ഇങ്ങനെ വരും. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് 1200 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഇത്രയും കളക്ഷൻസ് ആണ് ഇന്ന് ഞാൻ കാണിച്ചത്. വീഡിയോയിൽ അതിന്റെ ഭംഗി എത്രത്തോളം വരുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയാണ് എല്ലാം വരുന്നത്. പ്രത്യേകിച്ച് കോൺട്രാസ്റ്റ് കളർ കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്താൽ മതി. അപ്പം ഇനി അടുത്ത കളക്ഷൻസുമായിട്ട് നമുക്ക് കാണാം. താങ്ക്